ആര്യവേപ്പുമായി പേരിൽ മാത്രമേ സാമ്യമുള്ളൂ കറിവേപ്പിന് എന്ന് വൈദ്യസാക്ഷ്യം. പേരിൻ്റെ ഈ സാമ്യം കൊണ്ടാണ് കറിവേപ്പിനെയും ജീവധാരയുടെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ഈ മരത്തിൻ്റെ ഇലയും തൊലിയും വേരും ഔഷധങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. ഇല വാട്ടിപ്പിഴിഞ്ഞെടുക്കുന്ന നീര് ഛർദ്ദിക്ക് ശമനൌഷധമാണ്. മൂലക്കുരു ഉള്ളവർ ഇതിൻ്റെ പച്ചയില തിന്നുന്നത് നല്ലതാണ്. വാതം, കഫം, രക്തദോഷം, കുഷ്ഠം, കൃമി, അർശസ് മുതലായ വിവിധ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് കറിവേപ്പിലയ്ക്ക്. കറിവേപ്പ് പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായി കൊളസ്ട്രോൾ, ഇന്ന് എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഈ കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന് ഈ കറിവേപ്പ് അരച്ച് ഒരു നെല്ലിക്കയോളം ചൂടുവെള്ളത്തിൽ ചേർത്ത് കാലത്ത് കഴിച്ചാൽ കൊളസ്ട്രോള് ഒരു 300 ഒക്കെ കാണുന്നവർക്ക് ഒരു മാസത്തെ ഉപയോഗം കൊണ്ട് അത് ഒരു 150 ഒക്കെയായി തീരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സിംവാസ്റ്റാറ്റിൻ, ലോവാസ്റ്റാറ്റിൻ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് അടങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നും അതിൻ്റെ ഫലം കണ്ടാൽ. ഈ വയറുകടിയോടുകൂടിയ വയറിളക്കം, അതായത് അതിസാരം, ഇത് കഷായം വെച്ച് കഴിക്കാറുണ്ട്. ഗ്യാസിന് കഷായം വെച്ച് കഴിക്കാറുണ്ട്. പിന്നെ പ്രമേഹത്തിന് മഞ്ഞൾ, നെല്ലിക്ക, ഈ കറിവേപ്പ്, ഇതാണ് ഏറ്റവും അധികം ഫലപ്രദമായ ആയുർവേദ മരുന്ന് എന്ന് ആധുനിക രീതിയിൽ റിസർച്ച് ചെയ്ത, ആധുനിക രീതിയിൽ ഫലപ്രാപ്തിയായി കണ്ടിട്ടുള്ള 3 ഔഷധങ്ങളാണ് ഇതൊന്ന്. അതിൽപ്പെട്ട ഒന്നാണ് ഈ കറിവേപ്പ്. തലമുടിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് കറിവേപ്പിൻ്റെ പൂവ്, കായ, തണ്ട്, ഇല ഇതെല്ലാം അരച്ച് കലക്കി ബ്രഹ്മിയും കൂടെ ചേർത്ത് കാച്ചിയെടുക്കുന്ന തൈലം തലമുടിയെ നന്നാക്കാനും തലമുടിയുടെ കായ മുതലായവ ഇല്ലാതാക്കാനും താരൻ കുറയ്ക്കാനും തലയിലുണ്ടാകുന്ന വ്രണങ്ങളെ നശിപ്പിക്കാനും ഫലപ്രദമാണ്. കറിവേപ്പ് ഇല അരച്ച് തലയിൽ തേക്കുന്നത് തലയിലുണ്ടാകുന്ന പേൻ നശിക്കുന്നതിന് ഉപകരിക്കുന്നു. കേരളത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് കറിവേപ്പ്. ഭാരതീയരുടെ ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു കറിവേപ്പില. ഭക്ഷണത്തിന് രുചിയേറ്റുന്നു എന്നുള്ളത് തന്നെയല്ല കറിവേപ്പിൻ്റെ പ്രാധാന്യം. അത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് എന്നുള്ളത് തന്നെയാണ് കറിവേപ്പിൻ്റെ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ശശികല ടി, പാലക്കാട് നിന്ന് എഴുതിയിരിക്കുന്ന ഒരു കത്താണിത്. ഞാൻ 33 വയസ്സുള്ള യുവതിയാണ്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ്. അവരുടെ പ്രശ്നം ഭയങ്കരമായിട്ടുള്ള വിറയലാണ്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരീരം മുഴുവനും വിറയ്ക്കുന്നതായി തോന്നുന്നു. ആഹാരം കഴിക്കാൻ വൈകിയാൽ ദേഹം വിറയൽ കൂടുന്നു. കൈക്ക് പലപ്പോഴും വിറയലുണ്ട്. അതുകൊണ്ട് ഭയങ്കര നാണക്കേടാണ്. എവിടെയും പോകാനും മടിയാണ്. ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണ്. ചെറിയ ടെൻഷൻ പോലും മനസ്സിനെ നിയന്ത്രിക്കാനോ പറ്റാത്ത വിധത്തിൽ സ്വാധീനിക്കുന്നു. പിന്നെ അവരുടെ വിഷമങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതിന് പ്രതിവിധിയായിട്ട് ആയുർവേദ മരുന്ന് എന്തെങ്കിലും നിശ്ചയിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കത്തിൽ ശശികല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പർ ടെൻഷനുള്ളൊരു രോഗിയാണ്, നിസ്സാര കാര്യങ്ങൾ കൊണ്ട് മനസ്സ് വിഷമിക്കുന്ന ഒരാളാണ് എന്നൊക്കെ. ഈ ഒരു കാരണം തന്നെ, ഈ വിറയൽ എന്ന ഈ രോഗം, പാർക്കിൻസോണിസത്തോട് ബന്ധമുള്ള ഈ രോഗത്തിൽ ഈ മാനസികമായിട്ടുള്ള ടെൻഷന് വളരെയധികം ഇൻവോൾവ്മെൻ്റുള്ള ഒരു രോഗാവസ്ഥയാണ്. ഇതിൽ ആയുർവേദ ചികിത്സയായിട്ടുള്ള ശിരോധാരയും അതുപോലെ ദേഹത്ത് ചെയ്യുന്ന ധാരയുമെല്ലാം വളരെയധികം ഫലപ്രദമായിരിക്കും. നകുലതൈലം ഉപയോഗിച്ചുള്ള ശിരോധാരയും ശരീരത്തിൽ വരുന്ന പിഴിച്ചിലുമെല്ലാം ഈ രോഗത്തിൽ ഫലപ്രദമായിട്ട് കാണപ്പെടുന്നു. പിന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന വിധത്തിൽ ദ്രാക്ഷാദി കഷായവും മാനസമിത്ര വടകവും എല്ലാം ചേർത്ത് നൽകുകയും ക്ഷീരബല നെറുകയിൽ വയ്ക്കാൻ നൽകുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു
സുഖം ലഭിക്കും. വിദഗ്ധമായിട്ടുള്ള ഒരു ചികിത്സ ആരെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നതായിരിക്കും അഭികാമ്യം. ശ്രീലക്ഷ്മി വയനാട് നിന്ന് എഴുതിയിരിക്കുന്ന കത്താണിത്. 43 വയസ്സുള്ള ഒരു അധ്യാപികയാണ്. മെലിഞ്ഞ ശരീരം, 49 കിലോ തൂക്കം. അവർക്ക് റുമാറ്റിക് ഫീവർ എന്ന അസുഖമുണ്ട്. മോളെ ഗർഭിണിയായപ്പോഴാണ് ആദ്യമായിട്ട് ഇതുണ്ടായത്. പനിയും നെഞ്ചെടുപ്പും പല ബുദ്ധിമുട്ടുകളും ഇതിനോടനുബന്ധിച്ചുണ്ടായി. സന്ധികളിൽ നീരും വേദനയും ഉണ്ടായിരുന്നു. അന്നു മുതൽ ഇഞ്ചക്ഷനും ഗുളികകളും കഴിച്ചു പോരുന്നു. ഇപ്പോൾ ചെറുസന്ധികളിലും എല്ലാ സന്ധികളിലും നീരും വേദനയും അനുഭവപ്പെടുന്നു. ഇതിന് ആയുർവേദപരമായിട്ട് എന്തെങ്കിലും ചികിത്സയോ കഷായങ്ങളോ നിർദ്ദേശിക്കാനാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ശ്രീലക്ഷ്മി ടീച്ചർക്ക് റുമാറ്റിക് ഫീവറാണെന്ന് രക്തപരിശോധനയിലൂടെ നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ ആ റുമാറ്റിക് ഫീവറിനുള്ള മരുന്നുകൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിന് രാസ്ന സപ്തകം കഷായം, അതുപോലെ പുനർനവാദി കഷായം, ഇവ രണ്ടും ചേർത്ത് വെച്ച് 20 മില്ലി കഷായം സമം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് 2 നേരവും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതുകൂടാതെ ഇടയ്ക്ക് പനി, വിഷപ്പൂർവ്വ മുതലായവ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ വൈശാനര ചൂർണം ഇഞ്ചിനീരിൽ ചേർത്ത് ഉപയോഗിക്കുക. അതുപോലെ കൂടുതൽ തൈലപ്രയോഗങ്ങൾ, കുഴമ്പുകൾ ചേർത്ത് ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഈ ആമത്വമുള്ള അവസ്ഥയിൽ അവയെ വർദ്ധിപ്പിക്കുകയും വേദന കൂട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ആവശ്യമായിട്ടുള്ള രോഗമാണ്. ധാന്യാമ്ലധാരയും അതുപോലെ അരിക്കാടി ചേർത്ത് ചെയ്യുന്ന പൊടിക്കിഴിയും എല്ലാം വളരെയധികം ഫലപ്രദമായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ദീർഘകാലം ഒരു മരുന്ന് സേവിക്കേണ്ടതും കൃത്യമായിട്ടുള്ള പഥ്യക്രമങ്ങൾ, തണുപ്പ് ഉപയോഗിക്കാതെ അതുപോലെ തണുപ്പിലുള്ള വാസങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ചികിത്സയിൽ ഏർപ്പെടുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്.